സതീശന്റെ സ്ത്രീ സൗജന്യ യാത്ര പൂട്ടിക്കും, ബസ് തടയും. UDFന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത്. ഈ മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ പോവുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഏത് ബസ്സുകളിൽ ഏതെല്ലാം തരത്തിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയുക? ഫാസ്റ്റ് പാസഞ്ചറിൽ വരുമോ, അതേപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റിൽ വരുമോ, അതേപോലെ ലക്ഷറി ബസ് സർവീസിൽ വരുമോ, എങ്ങനെ ഏതെല്ലാം ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്നതിനെ കുറിച്ച് വളരെ അധികം ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഒടുവിൽ ഓർഡിനറി ബസ്സിൽ മാത്രം ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നു. അതിന്റെ ഭാഗമായി ഈ മാസം 15-ാം തീയതി മുതൽ ഈ പദ്ധതി പ്രായോഗിക തലത്തിലേക്ക് വരികയാണ്. അതായത് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ, സിറ്റി സർവീസുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള നടപടികൾ ഈ 15-ാം തീയതി മുതൽ പ്രായോഗിക തലത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറയുന്നത് എന്തു വില കൊടുത്തും ഈ ഒരു നടപടി തടയുമെന്നാണ്. കാരണം ഇതിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി, അതായത് ഒരു ലിംഗനീതിയില്ല. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ യാത്ര എന്ന് പറയുന്നത് നീതി നിഷേധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യാത്ര എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വിഡ്ഢിത്തമാണ്. രാഹുൽ ഗാന്ധി വായിൽ തോന്നിയ ഒരു വിഡ്ഢിത്തം പറഞ്ഞു. ആ വിഡ്ഢിത്തം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു ജെൻഡർ ഇക്വാലിറ്റി തകർക്കുന്ന രീതിയിലാണ്. ഒന്നുകിൽ സ്ത്രീകൾക്ക് മാത്രമായി അനുവദിക്കുക എന്നുള്ളതിൽ വലിയ അനീതിയാണ് നിലനിൽക്കുന്നത്. അല്ല എങ്കിൽ ഈ അനീതി മറികടന്നുകൊണ്ട് പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള സംവരണം അല്ലെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം എന്ന നിലയിൽ സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചാൽ അതിലൊരു നീതിയുണ്ട്. അതല്ല എങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സൗജന്യ യാത്രയിൽ അനീതിയാണ് എന്നാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറയുന്നത്. ബസ്സിൽ ഫ്രീ ടിക്കറ്റ് ഇവർക്ക് സ്ത്രീകൾക്ക് അനുവദിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി വരണം. എന്നെ വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല? നമുക്ക് പ്രതികരിക്കണം. നമുക്കും എന്താ പുരുഷന്മാർക്കും ഇളവുകൾ വേണം, ഫ്രീ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ സംവരണം വേണമെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഇറങ്ങി വരൂ. നിങ്ങളവിടെ വീട്ടിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഇരുന്നിട്ടല്ല തള്ളിവിടെ മറിക്കേണ്ടത്. നിങ്ങളും കൂടി ഇറങ്ങി വരൂ. ഈ 15-ാം തീയതി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സിറ്റി സർവീസ് ബസ്സുകൾ നമ്മൾ തടയും. അങ്ങനെ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്താൻ ഞാനുണ്ട് നിങ്ങളുടെ മുൻപിൽ. ഇവർ ചെയ്യാൻ പോകുന്ന നടപടികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിയമപരമായി നേരിടും. അതിന് ഹൈക്കോടതിയിൽ ഇവർ ഹർജി കൊടുക്കും. അതിനുശേഷം ഗതാഗത മന്ത്രിയെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുക്കും. ഒപ്പം തന്നെ KSRTC MDക്കും ഒരു നിവേദനം കൊടുക്കും. അതിനുശേഷം ഈ വരുന്ന 15-ാം തീയതി, അതായത് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങുന്ന 15-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ഈ ഓർഡിനറി ബസ് എന്ത് വില കൊടുത്തും തടയുമെന്നാണ് ഇപ്പോഴവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാരവാഹിയായിട്ടുള്ള വട്ടിയൂർക്കാവ് അജിത് കുമാർ i2i ന്യൂസിനോട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ സൗജന്യ യാത്രയോട് ബന്ധപ്പെട്ടിട്ട് അപ്പോ എന്താണ് തടയുവോ? ബസ് തടയുക എങ്ങനെയാണ്? അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരി. അന്നേ ദിവസം കാര്യം ജൂൺ 15 ഈ വരുന്ന തിങ്കളാഴ്ച, അതെ, അടുത്ത തിങ്കളാഴ്ചയുടെ അതിനു മുന്നേ ഞങ്ങൾ നിവേദനം കൊടുക്കും. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്കും MDക്കും നിവേദനം കൊടുക്കുന്നുണ്ട്. നിവേദനം കൊടുത്ത് അവരെന്താണ് മറുപടി നമ്മോട് പറയുന്നതെന്ന് നോക്കിയതിന് ശേഷം സെക്രട്ടേറിയറ്റ് പഠിക്കല് ട്രാൻസ്പോർട്ട് ബസ്, സിറ്റി സർവീസ് ബസ് തടയാനൊരു ഇതുണ്ട്. അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ് തടയുക എന്നുള്ളത് അവർ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഈ ഒരു നടപടി അവർ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. എത്ര പേർ വരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്കെതിരായിട്ടുള്ള പോലീസ് നടപടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽപ്പുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ എപ്പോഴും നമുക്കറിയാവുന്ന പോലെ സമരങ്ങളുടെ പുറത്ത് സമരമാണ്. അത്തരത്തിൽ ഈ ബസ് തടഞ്ഞാലുള്ള ഗതാഗത കുരുക്കും അതേപോലെ തന്നെ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ 2 വക്കീലന്മാരെ, അതായത് 2 നിയമ വിദഗ്ധരെ ഇവർ സമീപിച്ചു കഴിഞ്ഞു. അവർ മുഖാന്തരമാണ് അതിനുള്ള പ്രതിവിധി ഇവർ കണ്ടെത്തുക. ഹൈക്കോടതിയിൽ ഈ ജൂൺ 15-ാം തീയതി മുൻപ് തന്നെ ഈ ഒരു നടപടിക്കെതിരായി ഹർജി കൊടുത്തുകൊണ്ട് അതിനെ നിയമപരമായി ഈ ഒരു നടപടിയെ റദ്ദാക്കുക. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഈ ഒരു നടപടിയെ
ഈ ജെൻഡർ ഇക്വാലിറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള വകുപ്പുകൾ അനുസരിച്ച് ഈ ഒരു നടപടിയെ റദ്ദാക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം ശ്രമിക്കുന്നത്. അത് പരാജയപ്പെട്ടു കഴിഞ്ഞാലാണ് പിന്നീടുള്ള ഈ നടപടികൾ ക്രമങ്ങളിലേക്ക് കൂടി നിയമപരമായി മുന്നേറുന്നത്. അതായത് ഗതാഗത മന്ത്രിയെ കണ്ടിട്ട് നിവേദനം കൊടുക്കുക, ഒപ്പം KSRTC MDക്ക് നിവേദനം കൊടുക്കുക. ഇതുകൊണ്ടൊന്നും ഫലമില്ല എങ്കിൽ തന്നെ ആ ദിവസം ജൂൺ 15-ാം തീയതി തന്നെ ഇത് പൂട്ടിക്കെട്ടിക്കാനുള്ള പ്രായോഗിക നടപടികളിലേക്ക് തെരുവിലേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അണികൾക്കെല്ലാം തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. വലിയൊരു തരത്തിലെ പ്രക്ഷോഭ സമരത്തിനാണ് തങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറയുന്നത്. ഇത് നിയമവിരുദ്ധമായാലും കുഴപ്പമില്ല, കാരണം നിയമവിരുദ്ധമായ നടപടി ആയതുകൊണ്ട് അതിനെ നിയമവിരുദ്ധ രീതിയിൽ തന്നെ ആണ് കാണുന്നതെങ്കിൽ അതിൽ കുറ്റം പറയാനില്ല. കാരണം തങ്ങൾ ഈ പറയുന്ന നടപടികളെല്ലാം തന്നെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഹൈക്കോടതിനെ സമീപിക്കുന്നത് നിയമപരമായി തന്നെയാണ്, ഗതാഗത മന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നത് നിയമപരമായി തന്നെയാണ്, KSRTC MDക്കും നിവേദനം നൽകുന്നത് നിയമപരമായി തന്നെയാണ്, ബസ് തടയുന്നതും നിയമപരമായി തന്നെയാണ് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും ജൂൺ 15-ാം തീയതി ഇങ്ങനെ ഇവർ വ്യാപകമായി ബസ് തടയുകയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുകയും മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രതികൂല നിലപാട് സർക്കാരിന് എതിരെ വരികയാണെങ്കിൽ ഈ ഒരു സൗജന്യ യാത്ര നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് അവർ ശുഭപ്രതീക്ഷയിലാണ്. ഈ കോടതി നടപടികളിൽ അവർ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം ഈ ഒരു ലിംഗനീതി അല്ലെങ്കിൽ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇവിടെ പരസ്യമായി ഹനിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് കൂടി സൗജന്യം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കായി മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു മണ്ടത്തരം, ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞൊരു മണ്ടത്തരത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ കേരളം പോലെ പുരോഗമിച്ച ഒരു സ്ഥലത്ത് ഇത്തരമൊരു സൗജന്യ യാത്ര എന്തിനാണ്, അങ്ങനെയുള്ള ഒരു ചോദ്യം അവിടെ ഉയരുമ്പോൾ ഹൈക്കോടതി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള നിയമപരമായ ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഇവരുടെ ഈ ഒരു ഹർജിക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും, UDFന് വലിയ തിരിച്ചടിയാകും, മുഖ്യമന്ത്രി VD സതീശന് അത് വലിയ തിരിച്ചടിയാകും. കാരണം VD സതീശൻ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച രണ്ട് കാര്യങ്ങളൊന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ഒരു കാര്യം, ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതേപോലെ തന്നെ വാഹന മോഡിഫിക്കേഷൻ കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അതൊക്കെ വലിയ തമാശയായിട്ട് പോയ കാര്യമാണ്. ഇപ്പോൾ നിലവിലുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ വാഹന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കോമഡിയായി മാറി. അതുപോലെ തന്നെ ഈ സ്ത്രീ സൗഹൃദ അല്ലെങ്കിൽ സ്ത്രീ സൗജന്യ KSRTC യാത്ര എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ നിയമ നടപടികളും കാര്യങ്ങളും ബസ് തടയിലും ഒക്കെ എങ്ങനെയാകും എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അത് ജൂൺ 15-ാം തീയതി മാത്രമേ അത് കഴിയുകയുള്ളൂ. മാത്രമല്ല KSRTCയുടെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ വലിയ കെടുതിയിലാണ് KSRTC ഇപ്പോൾ വന്ന് വീണിരിക്കുന്നത്. കടത്തിന്റെ പുറത്ത് കടം കൊണ്ടിരിക്കുന്ന ഈ KSRTCക്ക് വലിയ നഷ്ടമാണ് ഒരു മാസം ഉണ്ടാകുന്നത്. 10 കോടിയിലധികം രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും. കാരണം ഇത്രയും പേർ, 23 ലക്ഷം പേരാണ് KSRTCയിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. അതിലെ എത്രത്തോളം സ്ത്രീകളുണ്ട് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. ആ സ്ത്രീകളുടെ എണ്ണം എത്ര വരും എന്നതിനെ കുറിച്ച് സർക്കാരിന് ഇപ്പോൾ പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന സ്ത്രീകൾ ഈ സൗജന്യ യാത്രയുടെ ഫലമായി KSRTCയിലേക്ക് വരുന്നതോടുകൂടി അവരുടെ എണ്ണം കൂടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൂടുതൽ നഷ്ടം സർക്കാരിനുണ്ടാകും. കൂടുതൽ സ്ത്രീകൾ വന്നാൽ കൂടുതൽ നഷ്ടമുണ്ടാകും. ഒപ്പം ഈ മെൻസ് അസോസിയേഷൻ പറയുന്ന ഒരു കാര്യം, ഈ സ്ത്രീകൾ ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ ആ ബസ്സിൽ പുരുഷന്മാർക്കുള്ള ഇരിപ്പിടമാണ് അല്ലെങ്കിൽ അവർക്കുള്ള സ്പേസ് ആണ് നഷ്ടപ്പെടുന്നത്. എല്ലാ കോമൺ ബസ്സുകളിലും ഇങ്ങനെ സ്ത്രീകൾ ഇടിച്ചു കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ പുരുഷന്മാർ എന്ത് ചെയ്യും? അവർക്ക് യാത്ര ചെയ്യണ്ടേ? അപ്പോൾ അവർക്ക് ഈ ബസ്സിൽ സ്ഥലമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആശങ്കയും അവർ ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇത്തരത്തിൽ ബസ്സിൽ, ഈ ഓർഡിനറി ബസ്സിൽ, സിറ്റി സർവീസിൽ, KSRTCയിൽ ഇടിച്ചു കയറി കഴിഞ്ഞാൽ പുരുഷന്മാരെന്ത് ചെയ്യും? അവർ പിന്നീട് ഈ പറയുന്നത് പോലെ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് പാരലൽ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയൊരു അനീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അനീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു നിലപാട്. ഇക്കാര്യത്തിൽ ഒരു അനീതി ഉണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. കാരണം സ്ത്രീകളെ ഇങ്ങനെ ഇടിച്ചു കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാനാവാത്ത വിധത്തിലൊരു പക്ഷേ സ്ത്രീകളുടെ തള്ളിക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷന്മാർ അനാഥരായി പോകും, പുരുഷ യാത്രക്കാർ തെരുവിലായി പോകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. കാരണം അവരുടെ മാസശമ്പളം സ്ത്രീകളുടെ മാസശമ്പളം പോലെ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ എല്ലാവരും ഒരു ബഹുഭൂരിപക്ഷം പേര് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ടവരാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾ ജോലി ചെയ്ത് അവർ ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്,
കുടുംബത്തിന് വേണ്ടി അവർ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്, പുരുഷന്മാരും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാന ധാരണ തന്നെ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചിന്ത തന്നെ, അതിലൊരു തത്വം തന്നെ, പുരുഷനാണ് ഈ പറയുന്ന പണത്തിന്റെ അധികാരി, പുരുഷനാണ് ഈ കുടുംബത്തിന്റെ അധികാരി, പുരുഷനാണ് എല്ലാ സാമ്പത്തികത്തിന്റെ അധികാരി എന്നുള്ള അപരിഷ്കൃതമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. പുരുഷൻ ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊള്ളും എന്നുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത് തന്നെ. അതിന്റെ ബേസ് അങ്ങനെയാണ്. കാരണം കേരളം വിട്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. കാരണം അവിടെ നമ്മളെപ്പോലെ ഈ സ്ത്രീകൾ നല്ല ജോലിയല്ല ചെയ്യുന്നത്, അവർ കൂലിപ്പണിക്കൊക്കെ പോയി ഉള്ള സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു സൗജന്യ യാത്ര വളരെ ലാഭകരമാണ്. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചല്ല, അവർ സ്വന്തമായി വരുമാനം അധ്വാനിച്ചുണ്ടാക്കുന്നവരാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വരുമാനമുണ്ട്. സ്ത്രീയും പുരുഷനും കൂടി ചേർന്നുകൊണ്ടാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അവിടെ തടയപ്പെടുന്നത്, തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ ഹനിക്കപ്പെടുന്നത് പുരുഷന്റെ അവകാശങ്ങളാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഇക്കാര്യത്തിൽ ഒരു നീതി കിട്ടണം എന്നുള്ളതാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറയുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു സതീശൻ സർക്കാരിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള ഈ KSRTC സൗജന്യ യാത്ര തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിനെ നിയമപരമായി പൂട്ടുക, ഒപ്പം തന്നെ അതിനെ നേരിട്ട് വന്ന് തടയുക എന്നുള്ള നിലപാടിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ചേർന്നിരിക്കുന്നത്. സെക്രട്ടറിയുടെ മുന്നിലാണ് ഈ തടയുന്നത്. എന്തായാലും നമുക്ക് 15-ാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കിക്കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.